ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 132. കിതാബ് തൗഹീദിൽ നിന്നുള്ള 21ാമത്തെ അധ്യായം. ബാബു മാ ജാഅ അന്നൽ ഉലുവ ഫി ഖുബൂരി സ്വാലിഹീന യുസയ്യിറുഹാ ഔസാനൻ തുഅബദു മിൻ ദൂനില്ലാഹ്. ഈ അധ്യായം നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ ഷറഹ് ആണ് ഇനി പറയുന്നത്. ആദ്യം ബാബിന്റെ പേരുമായി ബന്ധപ്പെട്ട ഷറഹാണ്. അൽ ബാബുൽ ഹാദി വൽ അശ്റൂന, 21ാമത്തെ അധ്യായം. ബാബ് അധ്യായം മാ ജാഅ വന്നത് സംബന്ധിച്ച്. അന്നൽ ഉലുവ ഫി ഖുബൂരി സ്വാലിഹീന, സജ്ജനങ്ങളുടെ ഖബറുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അതിര് കവിച്ചിൽ, ഒലുവുമായി ബന്ധപ്പെട്ട് വന്നത്. യുസയ്യിറുഹ, അങ്ങനെ സജ്ജനങ്ങളുടെ ഖബറുകളുമായി ബന്ധപ്പെട്ട ഒലുവ്, അത് യുസയ്യിറുഹ, അത് ആ ഖബറുകളാക്കി തീർക്കും. ഔസാനൻ, വസനുകൾ, ബിംബങ്ങളാക്കി തീർക്കും. തുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളാക്കി മാറ്റും. ഖൗലുഹു റഹിമഹുല്ലാഹ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവരുടെ വചനം. ബാബു മാ ജാഅ, വന്നത് സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഐ മിനൽ വഈദി, അതായത് മുന്നറിയിപ്പുകൾ വന്നത് സംബന്ധിച്ച്. ഇന്നൽ ഉലുവ ഫി ഖുബൂരി സ്വാലിഹീന, സ്വാലിഹീങ്ങളുടെ ഖബറുകളുടെ വിഷയത്തിലുള്ള അതിര് കവിച്ചിൽ, ഒലുവ്, അൽ ഒലുവു തഖദ്ദമ ലനാ മഅനാഹു, ആ ഒലുവ് എന്ന് പറയുന്ന ആശയം നേരത്തെ നമ്മൾ പറഞ്ഞു. വഹുവ സിയാദത്തു അലൽ ഹദ്ദിൽ മശ്റൂഇ, അത് എന്താണ്? ശറഅക്കപ്പെട്ട പരിധി, ഹദ്ദിൽ നിന്നുള്ള സിയാദത്ത്, അധികമാവലാണ്, വർധനവാണ്. വൽ ഉലുവു ഫി ഖുബൂരി സ്വാലിഹീന, സ്വാലിഹീങ്ങളുടെ ഖബറുകളുടെ വിഷയത്തിലുള്ള അതിര് കവിച്ചിൽ എന്ന് പറഞ്ഞാൽ ഹുവ, അത് അസിയാദത്തു ഫി തഅളീമിഹ, അതിനെ ആദരിക്കുന്ന വിഷയത്തിലുള്ള വർധനവ്, അധികരിക്കലാണ്, അമിതമായിട്ട് ആദരിക്കലാണ്. എന്നതായിരിക്കാം കാരണം, അത് യുഅദ്ദീല ശിർക്ക്, ഷിർക്കിലേക്ക് അത് നയിക്കും, ബഹുദൈവാരാധനയിലേക്ക് അത് നയിക്കും. ഫീ ഖുബൂരി സ്വാലിഹീന, കാരണം സ്വാലിഹീങ്ങളുടെ സച്ചരിതരുടെ ഖബറുകളുടെ വിഷയത്തിൽ ശറഅക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഖുബൂരിൽ മുസ്ലിമീന ഉമൂമൻ, അത് മാത്രമല്ല മൊത്തത്തിൽ മുസ്ലിങ്ങളുടെ ഖബറുകളുമായി ബന്ധപ്പെട്ട് ശറഅക്കപ്പെട്ട ദീൻ അനുവദിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇഹ്തിറാമുഹ, അതിനെ ആദരിക്കണം. ആദരിക്കുന്ന പരിധി കവിയാതെ. വഅദമു ഇഹാനതിഹ, അതിനെ നിന്ദിക്കാതിരിക്കലുമാണ്. വസ്വിയാനതുഹാ അനിൽ അദാ, ബുദ്ധിമുട്ടുകളെ തൊട്ട് അതിനെ സംരക്ഷിക്കലുമാണ്. വസിയാറതുഹാ ലിസ്സലാമി അനിൽ അംവാതി, മരിച്ച ആ ഖബറാളികൾക്ക് വേണ്ടിയിട്ട് സലാം ചൊല്ലുന്നതിനായി ഖബർ സന്ദർശിക്കലുമാണ്. വദ്ദുആഇ ലഹും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടും. വൽ ഇഅ്തിബാരി ബി അഹ്വാലിഹിം, അവരുടെ അവസ്ഥകൾ ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് ഗുണപാഠം ശ്രദ്ധിക്കലും. അതായത് ഖബർ സന്ദർശിക്കുമ്പോൾ ഞാനും നാളെ മരിച്ചു പോകാനുള്ള ആളാണല്ലോ, അടുത്ത നിമിഷം മരിച്ചു പോകാനുള്ള ആളാണല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവല്, ആഖിറത്തിന് ചിന്ത. ഹാദാ ഹുവൽ മശ്റൂ, ഇതാണ് ശറഅക്കപ്പെട്ട കാര്യം. അമ്മൽ ഉലുവു, അപ്പോൾ ഉലുവ എന്താണ്? ഈ ഖബറുകളുടെ വിഷയത്തിലുള്ള അതിര് കവിച്ചൽ എന്താണ്? വഫഹുവ, അത് ഖസ്ദുഹാ ലിത്തബറുക്കി, തബറുക്കിന് വേണ്ടി ബറക്കത്തെടുക്കുക എന്ന ഉദ്ദേശത്തിൽ അതിനെ ഉദ്ദേശിക്കലാണ്. അവി ദുആഇ ഇൻദഹ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ദുആ ചെയ്യുക. അതിൻ്റെ അടുത്ത് ദുആ ചെയ്യാൻ ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യാനല്ല, ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ശറഅക്കപ്പെട്ടതാണ്. നമ്മുടെ ആവശ്യങ്ങൾ ആ ഒരു സ്വാലിഹായ ഒരാളുടെ, അല്ലെങ്കിൽ സ്വാലിഹായ ആളെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളുടെ, അല്ലെങ്കിൽ നബിയുടെ ഒക്കെ ഖബറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞാൽ അത് പ്രത്യേകമായിട്ടൊരു ഇജാബത്തുണ്ട്, പ്രത്യേകമായൊരു ബറക്കത്ത് അതിലുണ്ട് എന്ന വിശ്വാസത്തിൽ ചെയ്യാം, അങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പൊ സ്വലാത്തി ഇൻദഹ, അല്ലെങ്കിൽ ആ ഖബറിന്റെ അടുത്ത് നിസ്കരിക്കൽ റജാൽ ഇജാബത്തി, ഇജാബത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. ഹാദാ ഹുവൽ ഉലുവു, ഇതാണ് ഉലുവു എന്ന് പറഞ്ഞത്. ലിഅന്ന ഹാദാ ലം യശറഅഹു അല്ലാഹു വലാ റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ഇത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശറഅക്കിയിട്ടില്ല. വലിഅന്നഹു വസീലത്തുൻ ഇല ശിർക്ക്, മാത്രമല്ല അത് ഷിർക്കിലേക്കുള്ളൊരു വസീലയാണ്. നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ മയ്യത്ത് നിസ്കാരമല്ല, ഖബറിന്റെ അടുത്ത് വെച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കാം, ആ ഖബറാളിക്ക് വേണ്ടിയിട്ട്, ആ പർട്ടിക്കുലർ ഖബറാളിക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതല്ലാത്ത നിസ്കാരം ഖബറിന്റെ അടുത്ത്, ഒരു സ്വാലിഹായ ആളുടെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് നിസ്കരിച്ചാൽ പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന നിലക്ക് നിസ്കരിക്കാം, അത് പാടില്ല എന്നുള്ളതാണ്. യുസയ്യിറുഹ, അതിനെ ആക്കി തീർക്കും. സ്വാറ എന്ന് പറഞ്ഞാൽ ഐ സയ്യറ, ആക്കി. ഐ യജഅലുഹാ ഫിൽ മുസ്തഖ്ബിലി, കാരണം അതായത് അത് വരും കാലത്ത്, ഭാവിയിൽ അതിനെ ആക്കും. ഖബറിന്റെ അടുത്ത് വെച്ചിട്ട് ഒരു ബറക്കത്ത് ഉദ്ദേശിച്ചൊരു ദുആ ചെയ്യലാണെങ്കിലും അത് പിന്നീട് എന്താക്കും? അതിനാക്കി തീർക്കും. വല ഇംതിദാദി സമാനി, കാലം കഴിയും തോറുമ്പോൾ ഔസാനം തുഅബദു, ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളാക്കി ആ ഖബറുകളെ മാറ്റും. അതായത് ആ ഖബറിന്റെ അടുത്തിട്ട് പിന്നെ പല ആരാധനകളും തുടങ്ങും.
അൽ ഔസാൻ ഔസാൻ എന്താണ്? വസനിന്റെ ജമ്മ്, ജംഉ വസനിൻ, വസനിന്റെ ജമ്മാണ്. വൽ വസനു, വസൻ എന്ന് പറഞ്ഞാൽ മാ ഉബിദ മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനും പറയുന്ന പൊതുവായ പേരാണ്. മിൻ ഖബറിൻ, ഖബർ ആണെങ്കിലും, ഔ ഷജറിൻ അല്ലെങ്കിൽ ഷജർ ആണെങ്കിലും, ഷജർ പറഞ്ഞാൽ മരം, ഔ ഹജറിൻ അല്ലെങ്കിൽ കല്ലാണെങ്കിലും, ഔ ബിഖായിൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം, ഔ ഐരിദാരിക്ക് അതല്ലാത്തതാണെങ്കിലും. അമ്മ സ്വനമു, എന്നാൽ സ്വനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫഹു, അത് മാ ഉബിദ മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അത് എങ്ങനെ? വഹു അല സൂറത്ത് ഇൻസാനിന്റെ ഹയവാൻ, അത് മനുഷ്യന്റെ അല്ലെങ്കിൽ മൃഗത്തിന്റെ കോലത്തിലായിരിക്കും, രൂപം ഉണ്ടാവും, രൂപത്തിലാണ്, അത് രൂപം ഉണ്ടാക്കിയിട്ടാണ്. അതിനാണ് സ്വനം എന്ന് പറയാം. കമാകാന ഖൗമു ഇബ്രാഹിമ യഅ്ബുദൂന തമാസീൽ, ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ ജനത തമാസീൽ, തിംസാൽ, അതായത് പിന്നെ തമാസീൽ, തമാസീൽ എന്ന് പറഞ്ഞാൽ ബിംബങ്ങളെ, സ്വനമുകളെ ആരാധിച്ചിരുന്നത് പോലെ. അത് ആയത്ത് സൂറത്തുൽ അംബിയായിലെ 52-ാമത്തെ ആയത്ത് കാണാം. ഇദ ഖാല ലി അബീഹി വഖൗമിഹി മാ ഹാദിഹി തമാസീലുൽ ലതി അൻതും ലഹാ ആകിഫൂൻ. ഇദ ഖാല, അദ്ദേഹം പറഞ്ഞ സന്ദർഭം, അതായത് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, ഈ അബീഹി തന്റെ പിതാവിനോട്, വഖൗമിഹി അദ്ദേഹത്തിന്റെ ജനതയോടും, മാ ഹാദിഹി തമാസീലുൽ ലതി അൻതും ലഹാ ആകിഫൂൻ, നിങ്ങൾ ഇഅ്തികാഫിരിക്കുന്ന, നിങ്ങൾ ഭജനമിരിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ഈ ബിംബങ്ങൾ എന്താണ് എന്ന്. തമാസീലു, തമാസീൽ എന്ന് പറഞ്ഞാൽ ജംഉ തിംസാൽ, തിംസാൽ എന്നതിന്റെ ബഹുവചനമാണ്. അതെന്താണ്? മാ കാന അലാ സൂറത്തി ഇൻസാനിന്റെ ഹയവാനിൻ, ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ മൃഗത്തിന്റെ ഒക്കെ, ഒരു ജന്തുവിന്റെ ഒക്കെ ഒരു രൂപം ഉണ്ടാക്കി വെക്കലാണ്. ഹാദാ ഹുവൽ ഫർഖു ബൈനൽ വസനി വസ്വനമി, ഇതാണ് വസനും സ്വനമും തമ്മിലുള്ള വ്യത്യാസം. വഖദ് യുറാദു ബിസ്വനമി അൽ വസനു, എന്നാൽ ചിലപ്പോ സ്വനമ് കൊണ്ട് വസന് ഉദ്ദേശിക്കപ്പെടാം, വലാക്ക തിരിച്ചും. വശാരിഹു റഹിമഹുല്ലാഹ് യഖൂൽ, ഷാരിഹ് റഹിമഹുല്ലാഹ് പറയുന്നു. ഷാരിഹ് എന്ന് പറഞ്ഞത് ഇവിടെ ഉദ്ദേശിച്ചത് പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഇതിന്റെ ഷറഹ് എഴുതിയ ഫൗസാൻ റഹിമഹുല്ലല്ലേ പറയുന്നത്, ഫൗസാൻ ഹഫളഹുല്ല. അപ്പോ ഇവിടെ ഷാരിഹ് എന്ന് പറഞ്ഞത് ഈ ഹദീസിനെ ഷറഹ് ചെയ്തല്ലോ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവർ, അതുകൊണ്ട് ഷാരിഹ് എന്ന് പറഞ്ഞതായിരിക്കും. ഇദാ ദുകിറ അഹദുഹുമാ ശമലൽ ആഖർ, അത് രണ്ട് ഒന്നിനെ പരാമർശിക്കുമ്പോൾ മറ്റതും ഉൾക്കൊള്ളും എന്ന് പറഞ്ഞാൽ, വസനെ പരാമർശിക്കുമ്പോൾ സ്വനമും ഉൾക്കൊള്ളും, തിരിച്ചും. ഇദാ ദുകിറ സ്വനമു ഫഖത്ത് ദഖല ഫീഹി അൽ വസൻ, വസൻ സ്വനമിനെ മാത്രം ഉദ്ദേശിച്ച് പരാമർശിക്കപ്പെടുമ്പോൾ, അല്ല സ്വനമിനെ മാത്രം ഉദ്ദേശിച്ചതല്ല, സ്വനമിനെ മാത്രം പരാമർശിക്കപ്പെടുമ്പോൾ അതിൽ എന്താണ്? ദഖല ഫീഹി അൽ വസൻ, അതിൽ വസനും ഉൾപ്പെടും, അങ്ങനെയും പെടാം. ഇദാ ദുകിറ അൽ വസൻ ഫഖത്ത് ദഖല ഫീഹി സ്വനം, വസൻ മാത്രം പരാമർശിക്കപ്പെടുമ്പോൾ അതിൽ സ്വനമും ഉൾപ്പെടാം. അമ്മ ഇദാ ദുകിറ ജമീഅൻ, ഇനി രണ്ടും പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇഫ്തറഖാ ഫിൽ മാന, അപ്പോൾ ആശയത്തിൽ അത് വ്യത്യസ്തത ഉണ്ട്. ഫസ്വാറ സ്വനമു, ഇപ്പോൾ സ്വനം എന്തായി തീരും? മാ കാന അലാ ശക്രി തിംസാൽ, ഒരു ബിംബത്തിന്റെ രൂപത്തിലുള്ളത്. അമ്മൽ വസനു, വസൻ എന്ന് പറഞ്ഞാൽ ഫയുറാദു ബിഹി, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു മാ ഉബിദ മിൻ ദൂനില്ലാഹി മിൻ അശ്ശജരി വൽ ഹജരി വൽ ഖുബൂരി വസ്സുവരി വഗൈരി ദാലിക്. ഷജർ മരം, പിന്നെ കല്ല്, ഹജർ കല്ല്, അത് ഖബറുകള്, അതേപോലെ രൂപങ്ങൾ, ചിത്രങ്ങൾ, അതൊക്കെ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ഈ തരത്തിലുള്ള എന്തൊക്കെയുണ്ട് അതൊക്കെ വസൻ എന്നതിൽ ഉൾപ്പെടും എന്നതാണ്. വലം യകുൻ അലാ സൂറത്തി തിംസാൽ, അത് ഒരു തിംസാൽ ബിംബത്തിന്റെ രൂപത്തിലാവണമെന്നില്ല. ഫബൈനഹുമാ ഉമൂമുൻ വഖുസൂസുൻ മുത്ലഖുൻ, അപ്പോൾ അതിനിടയിൽ ആമായിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതേപോലെ മുത്തലഖായിട്ട് ഖാസായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളതുണ്ട്. യജ്മഉഹ, എന്നാൽ അത് ഒന്നിച്ച് വരുന്ന കാര്യം, ഈ വസനാകട്ടെ സ്വനമാകട്ടെ, അത് രണ്ടിലും ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ളത് അനാ തുഅബദു മിൻ ദൂനില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിനെ കൂടാതെ ആരാധിക്കപ്പെടുന്നവയാണ് അവ, വസനാണെങ്കിലും സ്വനമാണെങ്കിലും. റവാ മാലികുൻ ഫിൽ മുവത്തഇ, മുവത്ത എന്ന കിതാബിൽ മാലിക് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നിശ്ചയം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന, ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഒരു വസൻ, ബിംബമാക്കരുതേ എന്ന്. ഇഷ്തദ്ദ ഗളബുല്ലാഹി, അല്ലാഹുവിന്റെ കോപം ശക്തമായിരിക്കുന്നു, അലാ ഖൗമി ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അംബിയാക്കളുടെ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കിയ, ആരാധനാ കേന്ദ്രങ്ങളാക്കിയ ജനതയ്ക്ക് മേൽ അല്ലാഹുവിന്റെ കോപം ശക്തമായിരിക്കുന്നു എന്ന്.
ഇനി ഷറഹിൽ ഈ ഭാഗം കിതാബ് തൗഹീദിൽ പറഞ്ഞ ഭാഗമാണ് ഇപ്പോൾ വായിച്ച റവാ മാലിക്കുന്നുള്ള ഹദീസ്. ഇതിന്റെ ഷറഹിൽ പറയാണ് ഈ ആയത്തുൽ മുസ്തഫീദ് ഖാല റവാ മാലിക്കുൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു മാലിക് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തു ഹുവ ഈ മാലിക്കാർ എന്നവരാരാണ്? മാലിക് ബിൻ അനസ് ഇമാമു ദാരിൽ ഹിജ്റതി വ അഹദുൽ അഇമ്മത്തിൽ അർബഅത്തിൽ മുജ്തഹിദീന. ദാറുൽ ഹിജ്റയിലെ ഇമാം. ദാറുൽ ഹിജ്റ എന്ന ഹിജ്റയുടെ ഭവൻ അല്ലെ ഹിജ്റയുടെ നാട് അതാണ് മദീന. മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഹിജ്റയുടെ നാട് എന്ന് പറയുന്നത് മദീനയാണ്. മദീനയിലെ ഇമാം എന്നറിയപ്പെടുന്ന ഇമാമു ദാറുൽ ഹിജ്റ, ദാറുൽ ഹിജ്റയിലെ ഇമാം എന്നറിയപ്പെടുന്ന മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് അഹദുൽ അഇമ്മത്തിൽ അർബഅത്തിൽ മുജ്തഹിദീന, മുജ്തഹിദീങ്ങളായിട്ടുള്ള ഗവേഷണ പിടുക്കളായിട്ടുള്ള 4 ഇമാമുകളിൽ ഒരാൾ. മറ്റൊരു 3 ഇമാമുകൾ അല്ലദീനഹും അബൂ ഹനീഫ മാലിക് വശാഫിഈ വഅഹ്മദ് വഅസ്ഹാബുൽ മദാഹിബിൽ അർബഅത്തിൽ ബാഖിയ. അപ്പോൾ അവശേഷിക്കുന്ന 4 മദ്ഹബുകളുടെ ഇമാമുകൾ ആരൊക്കെയാണ്? അബൂ ഹനീഫ, മാലിക്, ഷാഫിഈ, അഹ്മദ് റഹിമഹുല്ലാഹ്. അപ്പൊ ഇവരിൽപ്പെട്ട ഒരാളാണ് മാലിക് റഹിമഹുല്ലാഹ്, മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് എന്നവർ. അവശേഷിക്കുന്ന 4 മദ്ഹബുകൾ എന്ന് പറയുന്നത് മറ്റു മദ്ഹബുകളൊന്നും കാര്യമായിട്ട് ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. തീരെ ഇല്ല എന്നല്ല. ഇനി വഹുനാക മദാഹിബുൽ അഹ്ലുസുന്നത്തി വലാകിൻ ഇൻഖറദത്. ഇനി അഹ്ലുസുന്നത്തിന്റെ മറ്റു ചില മദ്ഹബുകളും ഉണ്ട്, പക്ഷെ അതൊക്കെ അറ്റുപോയി. മിസ്ലു മദ്ഹബ് സുഫിയാൻ സൗരി വ മദ്ഹബി ഇബ്നു ജരീർ അത്തൊബരി, ഇബ്നു ജരീർ അത്തൊബരിയുടെ സുഫിയാൻ സൗരിയും റഹിമഹുല്ലാഹ് ഇവരുടെയൊക്കെ മദ്ഹബ് പോലെ. മദ്ഹബി ഫമാലിക് അപ്പോൾ മാലിക് റഹിമഹുല്ലാഹ് ഹുവ അഹദുൽ അഇമ്മത്തിൽ അർബഅത്തിൽ മുഖല്ലദീന, തഖ്ലീദ് ചെയ്യപ്പെടുന്ന അനുകരിക്കപ്പെടുന്ന 4 ഇമാമുകളിൽ ഒരാളാണ്. വഹു ഇമാമുൻ ജലീൽ, അദ്ദേഹം മഹാനായ ഇമാമാണ്. യുസമാ ബി ഇമാമി ദാറുൽ ഹിജ്റ, ദാറുൽ ഹിജ്റയുടെ ഇമാം എന്ന് അദ്ദേഹം പറയപ്പെടുന്നു, അല്ലെങ്കിൽ പേര് വിളിക്കപ്പെടുന്നു. യാനി അൽ മദീന, മദീന ഉദ്ദേശിക്കുന്ന ദാറുൽ ഹിജ്റ. വയുസമ്മാ ആലിമുൽ മദീന, മദീനയിലെ ആലിമുൽ മദീന എന്ന് അദ്ദേഹം പേര് വിളിക്കപ്പെടുന്നു. വഷ്തഹറ ഫീ വഖതിഹി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രസിദ്ധനായി, ഇന്നും പ്രസിദ്ധനാണ്. ഹത്താ ഖീല, പറയപ്പെടുന്നവരെ ലാ യുഫ്താഉ മാലികുൻ ഫിൽ മദീന, മദീനയിൽ മാലിക് റഹിമഹുല്ലാഹ് ഉണ്ടായിരിക്കെ ഫത്വ നൽകപ്പെടരുത് എന്ന് പറഞ്ഞാൽ മാലിക് റഹിമഹുല്ലാഹ് അല്ലാതെ മറ്റാരും ഫത്വ നൽകേണ്ടതില്ല എന്ന്. വദാലിക, അത് ലി അളീമി മൻസിലതിഹി വസിഖത്തിൻ നാസ് ബിഹി, അദ്ദേഹത്തിന് പദവിയുടെ മഹത്വവും അതേപോലെ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസതയുമാണ്. റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വിശാലമായ റഹ്മത്ത് കരുണ ചെയ്യട്ടെ എന്ന്. ഫിൽ മുവത്തഇ എന്നാണ് മാലിക് റഹിമഹുല്ലാഹ് മുവത്തയിൽ റിപ്പോർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. മുവത്ത എന്ന് പറഞ്ഞാൽ അൽ മുവത്തഉ കിതാബുൻ അല്ലഫഹു മാലികുൻ ഫിൽ ഹദീസ് വൽ ഫിഖ്, ഹദീസിലും ഫിഖ്ഹിലുമായിട്ട് മാലിക് റഹിമഹുല്ലാഹ് രചിച്ച ഗ്രന്ഥമാണ്, കിതാബാണ്. ഹൈസു യദ്കുറു ഫീഹി അൽ അഹാദീസ വ യദ്കുറു ഫിഖഹഹ, അതെങ്ങനെയാണ് ഇതിന്റെ ശൈലി? ഹദീസുകൾ അതിൽ പറയും, എന്നിട്ട് അതിന്റെ ഫിഖ്ഹും പറയും. വമാ യുഖദു മിൻഹ, അതിൽ നിന്ന് എടുക്കപ്പെടേണ്ട കാര്യം പറയും. കിതാബുൻ അദീമുൻ മിനൽ കുതുബില്ലതി ജമഅത് ബൈനൽ ഫിഖ്ഹി വൽ ഹദീസ്, ഫിഖ്ഹും ഹദീസും കൂടെ സംയോജിപ്പിച്ച കിതാബുകളിൽ ഗ്രന്ഥങ്ങളിൽ പെട്ട മഹത്തായ ഒരു ഗ്രന്ഥമാണ് അത്. വമർജിഉൻ മിൻ മറാജിഇൽ ഉമ്മത്തിൽ ഇസ്ലാമിയ്യ, അതേപോലെ ഉമ്മത്തുൽ ഇസ്ലാമിക ഉമ്മത്തിന് ഒരു ആധികാരിക റഫറൻസ് ഗ്രന്ഥമാണ്. ഷറഹു ഉലമാഉൻ കസീറുൻ, ധാരാളം പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ലാകിൻ അഷ്ഹറു ശുറൂഹിഹി, അതിൽ ഷറഹുകളിൽ ഏറ്റവും പ്രസിദ്ധമായത് എന്ന് പറഞ്ഞാൽ തംഹീദാണ്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അവരുടെ തംഹീദാണ് മുവത്തയുടെ ഒരു ഷറഹ്, പ്രധാനപ്പെട്ട ഷറഹ്. വശറഹു അബുൽ വാലിദ് അൽ ബാജി ഫി കിതാബിഹി അൽ മുൻതഖ, അബുൽ വലീദ് അൽ ബാജി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അൽ മുൻതഖ എന്നുള്ള കിതാബിൽ ഷറഹ് ചെയ്തിട്ടുണ്ട് ഈ മുവത്തയെ. വശറഹു അസ്സുർഖാനി ഐദൻ, സുർഖാനി റഹിമഹുല്ലാഹ് അദ്ദേഹവും ഷറഹ് ചെയ്തിട്ടുണ്ട് മുവത്തയെ. വശറഹു അസ്സുയൂത്തി, ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അവர்களுം അതിന് ഷറഹ് ചെയ്തിട്ടുണ്ട്. വലഹു ശുറൂഹുൻ കസീറത്ത്, മുവത്തക്ക് ധാരാളം ഷറഹുകൾ, വ്യാഖ്യാനങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ലാകിൻ അഷ്ഹറുഹ, പക്ഷേ അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഷറഹ്, അഅ്ളമുഹ ഏറ്റവും മഹത്തായതും, വഅക്സറുഹ ഫായിദത്തൻ ഏറ്റവും അധികം പ്രയോജനകരവുമായിട്ടുള്ള ഷറഹ് എന്ന് പറയുന്നത് കിതാബു തംഹീദ്, അത് കിതാബു തംഹീദാണ്. ലിൽ ഇമാം ഇബ്നുൽ അബ്ദുൽ ബർരി അൻ-നമരി റഹിമഹുല്ലാഹ്. സുമിയൽ മുവത്ത മിന തൗത്തിഅ, ലഘുവാക്കൽ എന്ന വാക്കിൽ നിന്നാണ് മുവത്ത എന്ന വാക്ക്. വഹി അത് അത്തസ്ഹീൽ വത്തഖരീബ്
എളുപ്പമാക്കലാണ്. കാരണം ഇമാം അവர்கள் അത് ഹദീസുകളൊക്കെ വ്യാഖ്യാനിച്ച് ജനങ്ങൾക്ക് അത് എളുപ്പമാക്കി. അതിൻ്റെ പിന്നെ ക്രമവും അതേപോലെ ബാബുകളുടെ ക്രമമൊക്കെ അത് നല്ല എളുപ്പമാക്കി. ഹത്താസ്ബഹസഹലൻ, അത് വളരെ ലളിതമാകാൻ ഒന്ന് വിധത്തിൽ. ഹാദാമാന തസ്മിയത്തിഹി ബിൽ മുവത്തഇ, മുവത്തഇ എന്ന് പേരിന്റെ ആശയം ഇതാണ് എന്ന്. ഇനി ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നിശ്ചയം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസന യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുത് എന്ന്. ഹാദാ ദുആഉ മിനർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ഒരു ദുആ പ്രാർത്ഥനയാണ്. ദഅാ ബിഹി റബ്ബഹു, ഈ പ്രാർത്ഥന അവിടുന്ന് അവിടുത്തെ റബ്ബിനോട്, അതായത് അള്ളാഹുവോട് ദുആ ചെയ്തു. അയ്യസൂന ഖബറഹു മിനൽ ഉലുവി ബിഹി, ഖബറിന്റെ വിഷയത്തിൽ, അവിടുത്തെ ഖബറിന്റെ വിഷയത്തിൽ അതിര് കവിച്ചലിൽ നിന്ന് അവിടുത്തെ ഖബറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹു സംരക്ഷിക്കാൻ. കമാ ഹസല ലിഖുബൂരിൽ അംബിയാ സാബിഖീന മിനൽ യഹൂദി വൻ നസാറ, യഹൂദി നസാറാക്കളുടെ അമ്പിയാക്കളുടെ, അതായത് പിന്നെ ഇസ്രായേലിലേക്ക് അമ്പിയാക്കളുടെ മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ ഖബറുകളുടെ വിഷയത്തിൽ സംഭവിച്ചതുപോലെ. ഹൈസു ഗലൗ ഫീ ഖുബൂരി അംബിയാഇഹിം, അത് എന്ത് നിലക്കാണ്? അവരുടെ നബിമാരുടെ ഖബറുകളുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞു നിലക്ക്. വഖഫഖാല, അപ്പോൾ നബി പറഞ്ഞെന്താണ്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസന യുഅബദ് ഫദല്ലഅല, അപ്പോൾ എന്തിന്മേൽ അറിയിച്ചു? അന്നൽ ഉലുവ ഫിൽ ഖബ്രി, ഖബറിന്റെ മേൽ, ഖബറിന്റെ വിഷയത്തിൽ അതിര് കവിച്ചില്ലെന്നത് യുസയ്യിറുഹു വസനൻ, അതിനെ വസൻ ആക്കൽ ആണ്, അതിനെ വസൻ ആക്കും. ഖബറിന്റെ വിഷയത്തിൽ അതിര് കവിഞ്ഞാല്, ഒലുവുണ്ടായാല് അതെന്താകും? അത് ഖബറിനെ വസനാക്കൽ അതിൽ വന്നു ചേരും. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസന യുഅബദ്, അല്ലാഹു എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. വഹാദ ഷാഹിദു മിനൽ ഹദീസിൽ ബാബി, ഈ വിഷയത്തിൽ മിനൽ ഹദീസിൽ ബാബി, ഈ വിഷയത്തിൽ ഈ ബാബിന്റെ ഈ ഹദീസിൽ നിന്നുള്ള ഷാഹിദ് ഇതാണ്. വലാകിൻ അല്ലാഹു ഹമാഹു, പക്ഷേ അല്ലാഹു ആ ഖബറിനെ സംരക്ഷിച്ചു. വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഹമാഹു ബി അൻ ദുഫിന ഫീ ബൈതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ വീട്ടിൽ മറമാടിക്കൊണ്ട് സംരക്ഷിച്ചു. വമുനഅന്നാസു മിനൽ വുസൂലി ഇലൈഹി, അതായത് പിന്നെ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്തേക്ക് ജനങ്ങൾ വരുന്നത് തടയപ്പെട്ടു എന്ന് പറഞ്ഞാൽ തീരെ വരുന്നതല്ല, എപ്പോഴും വരിക, അല്ലെങ്കിൽ അത് തക്റാർ കുറേയധികം ആവർത്തിക്കുക, ഇതിനെ അവിടെ കുറേ സമയം ചെലവഴിക്കുക എന്നതിനെ. വസയബ്ഖ മസൂനം ബിഇദ്നില്ലാ, അത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അത് സംരക്ഷിക്കപ്പെട്ടതായിട്ട് തന്നെ അവശേഷിക്കും. ഇസ്തിജാബത്തൻ ലിദഅവത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്നോണം. വദുഫിന ഫീ ബൈതിഹി മിൻ അജ്ലി ഹാദാ, ഈ കാരണത്താലാണ് അവിടുത്തെ പിന്നെ മയ്യത്ത് അത് അവിടുത്തെ വീട്ടിൽ മറമാടപ്പെട്ടത്. കമാ മറ ഖൗലു ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹാ പറഞ്ഞതുപോലെ, വലൗലാ ദാലിക, അതല്ലായിരുന്നെങ്കിൽ, അതായത് ഈ ഖബർ മസ്ജിദാക്കപ്പെടും എന്ന് ഭയം ഇല്ലായിരുന്നുവെങ്കിൽ ലഉബ്രിസ ഖബറുഹു, അവിടുത്തെ ഖബർ പ്രൊജക്ട് ചെയ്യപ്പെടുമായിരുന്നു, വെളിവാക്കപ്പെടുമായിരുന്നു, വെളിയിൽ ആക്കപ്പെടുമായിരുന്നു എന്ന്. വൈറ അന്നഹു ഖുശിയ അൻ യുത്തഖദ മസ്ജിദാണ്, അതായത് പറഞ്ഞു മസ്ജിദ് ആക്കപ്പെടുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടല്ലാതെ. ഫദഫനുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ വീട്ടിൽ മറമാടി എന്നത് ലഹു സിറുൻ, അതിന് എന്തുണ്ട്? രഹസ്യമുണ്ട്. അദീമുൻ, മഹത്തായ. ഹു, അതെന്താണ്? സിയാറത്തുഹു മിൻ ഖസ്ദിൻ നാസി ലഹു ബിദ്ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലെങ്കിൽ അവിടുത്തെ ഖബറിന്റെ സാന്നിധ്യത്തിൽ ആ ഖബറിന്റെ സമീപത്ത് നിന്നിട്ട് ദുആ ചെയ്യാം എന്ന ജനങ്ങളുടെ ആ ഉദ്ദേശ്യം, അതിൽ നിന്നുള്ള സംരക്ഷണം. വസ്വലാത്തി ഇൻദഹു, അതിൻ്റെ അടുത്തുള്ള സ്വലാത്തും നിസ്കാരം. വത്തബറുബിഹി, ആ ഖബർ കൊണ്ട് ബറക്കത്ത് എടുക്കലും. യഖൂലു ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു വഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി, റബ്ബുൽ ആലമീൻ അവിടുത്തെ ദുആക്ക് ഇജാബത്ത് നൽകി, മറുപടി നൽകി, എന്നിട്ട് ആ ഖബറിനെ 3 മതിലുകളാൽ ചുറ്റി എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറയുന്നത് പോലെ. വൽ മശ്റൂ, ഇനി ശറഅക്കപ്പെട്ട കാര്യം എന്താണ് ഖബറിന്റെ വിഷയത്തിൽ? അസ്സലാമു അലൈഹി മിൻ ഗൈരി മുകൂസിൻ ഇൻദഹു വതൂലി ഖിയാമിൻ വലാ തകർറുരി സിയാറത്തിൻ കമാ കാന സ്വഹാബത്തു യഫ്അലൂന ദാലിക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണെങ്കിലും ആ വിഷയത്തിൽ ഷറാക്കപ്പെട്ട, നിയമമാക്കപ്പെട്ട, ദീൻ ഷറാക്കിയ കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് സലാം ചൊല്ലുക എന്നതാണ്.
മിൻ ഐരി മുക്കൂസിൻ നിന്നു, അവിടെ അധിക സമയം നിൽക്കാതെ, തൂരി ഖിയാമിൻ, കുറെ ദീർഘസമയം നിൽക്കാതെ, വലാ തകർറുരി സിയാറത്തിൻ, സിയാറത്ത് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ആവർത്തിക്കാതെ, കമാകാന സ്വഹാബത്തി യഫ്അലൂന ദാലിക, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബ ചെയ്തിരുന്ന പോലെ. ഫഖദ് കാന ഇബ്നു ഉമർ യഖിഫു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അവർ നിൽക്കുമായിരുന്നു. ഇദാ ജാഅ മിൻ സഫറിൻ, യാത്രയിൽ നിന്ന് വന്നാൽ, മുഖാബില വജ്ഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തിന് അഭിമുഖമായിട്ട് ഖബറിന്റെ അടുത്ത്, ഫയഖൂലു, എന്നിട്ട് ഇങ്ങനെ പറയും, സലാം ചൊല്ലും, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം ചൊല്ലും, അല്ലാഹുവിന്റെ റസൂലേ താങ്കൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. തുമ്മ യതഅഖറു, പിന്നെ അല്പം പിന്നിടും, ഇലാ ജിഹതി ഷർഖ്, ഷർഖിന്റെ ഭാഗത്തേക്ക്, കിഴക്ക് ഭാഗത്ത്, ഖലീലൻ കുറച്ച്, ഫയഖൂലു, എന്നിട്ട് പറയും, അസ്സലാമു അലൈക യാ അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖബറിന്റെ അടുത്ത് നിന്നിട്ട്, പിന്നെ ഓ അബൂബക്കർ താങ്കൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടായിരിക്കട്ടെ. തുമ്മ യതഅഖറു ഖലീലൻ, പിന്നെ കുറച്ച് പിന്തി, ഫയഖൂൽ, എന്നിട്ട് പറയും, അസ്സലാമു അലൈക യാ അബതി, എന്റെ പിതാവേ താങ്കൾക്ക് അല്ലാഹുവിന്റെ സലാം, അതായത് ഉമർ റളിയല്ലാഹു അൻഹു. തുമ്മ യൻസരിഫ്, എന്നിട്ട് ഇവിടുന്ന് പിരിഞ്ഞു പോരും. വഹകദ കാന അമലു മുസ്ലിമീന ഇൻദ സലാമി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ സ്വഹാബിഹി റളിയല്ലാഹു അൻഹുമാ, ഇങ്ങനെയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് അവിടുത്തെ ഖബറിന്റെ അടുത്ത് എന്നിട്ട് മുസ്ലിങ്ങൾ സലാം ചൊല്ലിയിരുന്ന പ്രവൃത്തി. അതേപോലെ അവിടുത്തെ രണ്ട് സ്വാഹിബുകൾ, സഖാക്കള്, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ അവർക്കും മാകാനു യജ്ലിസൂന, അവർ അവിടെ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കൂലായിരുന്നു. വമാകാനു യതറദ്ദദൂന, പല പ്രാവശ്യമായിട്ട് സന്ദർശനം ആവർത്തിക്കൂലായിരുന്നു. ഹത്താ ഇന്ന സ്വഹാബത്ത് ഫിൽ മദീനത്തി മാകാനു കുല്ലമാ ദഖലു ഇലൽ മസ്ജിദി റാഹു യുസല്ലിമൂന അല റസൂൽ. ഏതുവരെ എന്ന് വെച്ചാൽ സ്വഹാബാക്കൾ മദീനയിൽ മസ്ജിദ് നബവിയിൽ പ്രവേശിക്കുമ്പോഴൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്നിട്ട്, പിന്നെ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ സലാം പറയുന്ന രീതിയിലായിരുന്നു. കാരണം അത് ഒഴിവായിട്ട് പരിഗണിക്കപ്പെടും എന്നതാണ് അതിരികവിച്ച്. ഇന്നമാകാനു യുസല്ലിമൂന അല റസൂൽ ഇദാ ജാഉ മിൻ സഫർ, യാത്ര കഴിഞ്ഞു വന്നാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് നിന്ന് സലാം ചൊല്ലുമായിരുന്നു. കമാ ഫഅല ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവർ പ്രവർത്തിച്ച പോലെ. ഫസ്വഹാബത്തു, സ്വഹാബാക്കൾ യഅതൂനൽ മസ്ജിദ്, അവർ മസ്ജിദിലേക്ക് വരും, മസ്ജിദ് നബവിയിലേക്ക്, വയതറദ്ദദൂന അലൈഹി ലിസ്സലാഹ്, നിസ്കാരത്തിന് വേണ്ടിയിട്ട് ആവർത്തിച്ച് പലതവണ മസ്ജിദ് നബവിയിൽ വരും. വലി ത്വലബിൽ ഇൽമി, ഇൽമു നേടാനും, വലിൽ ഇഅ്തികാഫി ഫീഹി, അവിടെ ഇഅ്തികാഫിരിക്കാനും. ലാക്കിൻ പക്ഷേ, മാകാനു കുല്ലമാ ദഖലു ദഹബു യുസല്ലിമൂന അലാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓരോ തവണയും മസ്ജിദ് നബിയിൽ വരുമ്പോൾ അപ്പോഴൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഖബറിന്റെ അടുത്ത് നിന്നിട്ട് അവർ സലാം ചൊല്ലുന്ന പതിവില്ലായിരുന്നു. ലിഅന്നഹും, കാരണം അവരറിഞ്ഞിരുന്നു, അന്ന ഹാദാ മിനൽ ഉലുവില്ലദി ഹദ്ദറ മിൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ഉലുവിൽ പെടും ഇത് എന്ന് അവർ അറിഞ്ഞിരുന്നു. വഹും അഅലമുൻ നാസി വഅഖ്ഫഹുൻ നാസി ബിമഖാസിദിർ റസൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശങ്ങൾ കൊണ്ട് ജനങ്ങളിൽ ഏറ്റവും അറിവുള്ളവരും ഏറ്റവും ഗ്രാഹ്യമുള്ളവരും അവരായിരുന്നല്ലോ എന്ന്. വമിൻ അജ്ലി ദാലിക മാ കാനു യതറദ്ദദൂന അലൽ ഖബർ, ഈ കാരണത്താൽ അവർ ഖബർ സന്ദർശനം ഇടക്കിടക്ക് ഇങ്ങനെ ആവർത്തിച്ചിരുന്നില്ല. ഹത്താ ഇന്ന മാലികൻ റഹിമഹുല്ലാഹ് കാന യക്റഹു അൻ യഖൂലൽ ഇൻസാൻ, മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് മാലിക് റഹിമഹുല്ലാഹ് പിന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതുവരെ. സുർതു ഖബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഞാൻ സന്ദർശിച്ചു, സിയാറത്ത് ചെയ്തു എന്ന് പറയുന്നവരെ മാലിക് റഹിമഹുല്ലാഹ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അന്ന സിയാറത്ത ഖബറി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യുക എന്നത് ലം യരിദ് ബിഹാ ദലീലുൻ ഖാസിൻ, പ്രത്യേകമായ തെളിവ് അതിനില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് ഖുർബത്താണ്, അത് പുണ്യകർമ്മമാണ്, അത് യാതൊരു സംശയമില്ല. പക്ഷേ അതിന് പ്രത്യേക ഫളലുണ്ട് എന്ന നിലക്ക് ഹദീസുകൾ സ്വഹീഹായിട്ട് വന്നിട്ടില്ല, അതാണ് ഉദ്ദേശം. വൽ അഹാദീസുൽ മർവിയ്യത്തു ഫീ സിയാറത്തി ഖബരിഹി കുല്ലുഹാ മൗദൂഅത്തുൻ ഔ ദഈഫത്തുൻ ശദീദത്തു ദഅഫി, അതായത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന്റെ പുണ്യം സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ അതെല്ലാം വ്യാജമാണ്, അല്ലെങ്കിൽ വളരെയധികം ദുർബലതയുള്ള ഹദീസുകളാണ്. ലം യസ്ബുത് മിൻഹാ ഷൈഅൻ, അതിലൊന്നും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല. വഇന്നമാ തദ്ഖുലു സിയാറത്തു ഖബരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഉമൂമി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറു അൽ ഖുബൂറ ഫഇന്നഹാ തുദക്കിറുക്കും അൽ ആഖിറ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് സുന്നത്താണ്. അത് എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ മൊത്തത്തിൽ അത് വരുന്നുണ്ട്. സൂറു അൽ ഖുബൂറ എന്ന ഹദീസ്, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കൂ, ഫഇന്നഹാ തുദക്കിറുക്കും അൽ ആഖിറ, കാരണം അത് നിങ്ങളെ ആഖിറത്തിനെ ഓർമ്മിപ്പിക്കും. ഫസിയാറത്ത് ഖബരിഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശനം എന്നത് സിയാറത്ത് ചെയ്യാൻ തദ്ഖുലു ഫീ ഉമൂമി സിയാറത്തിൽ ഖുബൂരി ലത്തി അമറ ബിഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഖബർ സിയാറത്ത് എന്നതിൽ മൊത്തത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ഉൾപ്പെടും. അമ്മ അന്നഹു വറദ ലഫ്ദുൻ ഖാസുൻ ബി സിയാറത്തി ഖബറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ച ഖാസായിട്ട് വന്നിട്ടുള്ള ലഫ്ദ്, അത് പ്രത്യേകമായിട്ട് വന്നത് ഫഹാദ ലം യസ്ബുത് അബദൻ, അതൊരിക്കലും സ്ഥിരപ്പെട്ടിട്ടില്ല. കമാ നബ്ബഹ അലാ ദാലികൽ ഹുഫാദ്, ഹാഫിളീങ്ങൾ ആ വിഷയം ഉണർത്തിയിട്ടുള്ള പോലെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നു ഹജർ, ഇബ്നു അബ്ദുൽ ഹാദി, ഈ പറഞ്ഞ പണ്ഡിതന്മാർ ഒക്കെ
റഹിമഹുല്ലാ ഇവരൊക്കെ ഉണർത്തിയിട്ടുള്ള പോലെ വൈരിഹിമനിൽ അയിമത്തിൽ ഫാൽ, അതേപോലെ ഹദീസിന്റെ ഹാഫിളുകളായിട്ടുള്ള മറ്റ് പല ഇമാമുകളും. ഇബ്നു അബ്ദുൽ ഹാദിക്ക് റഹിമഹുല്ലാ അവർക്കുണ്ട് കിതാബുൽ മുസ്തഖിലുൻ ഇസ്മുഹു, ഒരു സ്വതന്ത്രമായ കിതാബ് തന്നെയുണ്ട്, അസ്വാരിമുൽ മുങ്കി ഫിർ റദ്ദി അൽ സുബുക്കി എന്ന കിതാബ്. തനാവലൽ അഹാദീസ് അല്ലതി ഇസ്തദല്ല ബിഹാ സുബുക്കി അലാ മശ്റൂഇയ്യത്തി സഫരി ലി സിയാറത്തി ഖബറി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ ഷറാക്കപ്പെട്ടതാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് തെളിവ് സമർത്ഥിച്ച സുബുക്കി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ആ ഹദീസുകളൊക്കെ പിടിച്ച് പിന്നെ അതിനൊക്കെ വിശദീകരിക്കുന്നുണ്ട്, അതിനൊക്കെ റദ്ദ് ചെയ്യുന്നുണ്ട് ആര്, പിന്നെ ഈ സ്വാരിമുൽ മുങ്കി എന്നുള്ള കിതാബില് അബ്ദുൽ ഹാദി റഹിമഹുല്ലാ അവർ ഫബയ്യന മാ ഫിഹാ മിനൽ മഖാലി വാഹിദൻ വാഹിദ, അതിൽ ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ഹത്താ അതാ അലാ ആഖിരി, അതിന്റെ അവസാനം വരെ. ഫഹാദൽ കിതാബ് അസ്വാരിമുൽ മുങ്കി. അപ്പോൾ ഈ കിതാബ് സ്വാരിമുൽ മുങ്കി എന്നുള്ള കിതാബ് നഫീസുൻ ജിദ്ദൻ, വളരെ വിലമതിക്കപ്പെടുന്ന അമൂല്യമായിട്ടുള്ള കിതാബാണ്. യഹ്താജുഹു ത്വാലിബുൽ ഇൽമ്, വിദ്യാർത്ഥിക്ക് ആവശ്യമുള്ള ഇൽമ് തേടുന്നവന് ആവശ്യമുള്ള ലിയതസല്ലഹ ബിഹി ദിദ്ദൽ ഖുറാഫിയ്യൻ അല്ലതി യഹ്തജൂന ബിഹാദിഹിൽ അഹാദീസ് അല്ലതി ലാ തസ്ലുഹു ലിൽ ഇഹ്തിജാജ്, തെളിവിന് പിടിക്കാൻ പറ്റാത്ത ചില ഹദീസുകൾ കൊണ്ട് പിന്നെ ഖുറാഫികൾ പിന്നെ പറയുന്നതിന് എതിര് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് എന്നത് ഷറാക്കപ്പെട്ട കാര്യം തന്നെയാണ്. അതിന് സഫറും ചെയ്യാം, യാത്രയും ചെയ്യാം അതിനായിട്ട്. പക്ഷെ അവിടെ എന്താ ചെയ്യേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുന്ന ഒരാൾ അത് മസ്ജിദ് നബവിയിലേക്ക് പോകുകയെന്നും മസ്ജിദ് നബവിയും അതിന് ശേഷം മസ്ജിദ് നബിയിൽ പ്രവേശിക്കുക, മസ്ജിദ് നബിയിൽ നിസ്കരിക്കുക, അതിനുശേഷം നബിയുടെ ഖബർ സിയാറത്ത് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് സുന്നത്ത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതിനെ പല പണ്ഡിതന്മാരും അത് ഷറാക്കപ്പെട്ടതല്ല എന്ന് പറഞ്ഞതായിട്ട് കാണാം. ചില പണ്ഡിതന്മാർ അത് പ്രത്യേകം ഷറാക്കപ്പെട്ടതാണെന്നുള്ള വീക്ഷണമുണ്ട്. അതിനുള്ള ഖണ്ഡനമാണ് ഈ പറഞ്ഞത്. അതിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ദുർബലങ്ങളോ വ്യാജങ്ങളോ ആണ് എന്നതാണ്. അല്ലാഹു അലം.